തെറിവിളി, അത് വിദേശത്തെറിയാ. അതാണ് ഏറ്റവും സഹിക്കാൻ വയ്യാത്തത്. ഇയാൾക്ക് കിട്ടിയത് നാട്ടിലെ തെറിയാ, നമുക്കൊക്കെ വിദേശത്തെറിയാ, തിരിച്ചു വിളിക്കാനും പറ്റില്ല. പിന്നെ ഏറ്റവും സങ്കടം എന്ന് വെച്ചാൽ ഈ അറിയാതെ നമ്മുടെ ഭാര്യ വന്ന് ഫോട്ടോ എടുക്കും. ഇപ്പൊ തെറി ഭാര്യയ്ക്കും കേട്ടു. മോളൊരു ദിവസം ഫോൺ എടുത്ത്, അത് ഈ ഫോൺ എടുത്ത പാടന്നെ ഇതല്ലേ പറയല്ലേ, ഇതിൽ വേറെ ഹലോന്നോ ആരാണെന്നോ ഒന്നും ചോദ്യമല്ല, ഫസ്റ്റ് തന്നെ അങ്ങ് തുടങ്ങുക ചെയ്യുക. മോള് ഓടി വന്നിട്ട് ഉപ്പ പുള്ളിത്തേറി വിളിക്കുന്നത്, ഇതാരാ ഫോണെന്ന് വെച്ചിട്ട് എൻ്റെ കയ്യിൽ തന്ന്. മനസ്സിലൊന്ന് ശരിക്കും വിഷമമാവോ? അല്ല, അത് സ്വാഭാവികം. നേരിട്ട് തെറിയേക്കുമ്പോൾ നമുക്കൊരു മിനിറ്റ് എന്തിനാ ഇത് പറയുന്നത് പലപ്പോഴും ഒരു കാര്യമില്ലാതെ പറയാം. എല്ലാ പാർട്ടിക്കാരുടെ ഇടയിലും ഉണ്ട് കേട്ടോ. അത് പക്ഷെ പ്രശ്നം എന്താ പറയുക, ഇതൊന്നും പാർട്ടി നേതൃത്വം അറിഞ്ഞിട്ടോ അവരുടെ അനുവാദമോ ഇല്ല എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിൽ അങ്ങ് വല്ലാത്ത ലഹരിയായ മനുഷ്യർ കാണുന്ന ആളുകളോട് പറയാനുള്ളത് ഇതൊരു വൈകൃതമാണ്. ഇതൊരു വൈകൃതമാണ്. ഈ പിന്നെ ഇപ്പം നിങ്ങൾ പറയാനുള്ളത് മാന്യമായി വിളിച്ചിട്ട് പറഞ്ഞു, നമ്മളത് കേൾക്കാം. അപ്പം നമുക്കത് കേൾക്കാം, നമുക്ക് മറുപടി പറയാനാവും. ഈ തെറി പറയുക എന്ന് പറയുന്നതേ, നമ്മളിപ്പം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, ഉത്സവപ്പറമ്പിൽ തെറി പറയുന്നവൻ്റെ ഈ വേറെ ഒരു ഐറ്റം ഇല്ലാത്തവനാണ്. ശ്രദ്ധ ആകർഷിക്കാൻ വേറെ ഒരു ഐറ്റം ഇല്ലാത്തവനാണ് ഈ ഉത്സവപ്പറമ്പിൽ പോയിട്ട് തെറി പറയുന്നത്. ആ പണിയാണ് ഇവർ ചെയ്യുന്നത്. ഇവർക്ക് രാഷ്ട്രീയം പറയാൻ അറിയുന്നുണ്ടാവില്ല, ഇവർക്ക് മാന്യമായി സംവദിക്കാൻ അറിയുന്നുണ്ടാവില്ല. ഇപ്പം ഞങ്ങളെല്ലാം ചർച്ചയ്ക്ക് ഇരിക്കുമ്പം ഞങ്ങൾ ഞങ്ങളുടെ പോയിന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി തെറി വിളിക്കാനല്ലോ ചെയ്യാം.